തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതിയില്ല. 2 ദിവസമായി ജനറേറ്ററിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇപ്പോൾ ജനറേറ്റർ കൂടി പണിയിലായതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിസന്ധി രൂക്ഷമായത്. വലിയ പ്രതിഷേധവുമായി രോഗികളും ഒപ്പം കൂട്ടിരിപ്പുകാരും ഒക്കെ ഉള്ള സ്ഥലത്ത് പോലീസ് അടക്കം ഉണ്ട്. ടോർച്ച് വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പല അത്യാഹിതത്തിൽ പോലും പ്രവർത്തിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശ്യാം പ്രസാദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്യാം, വളരെ ഗുരുതരമായൊരു സാഹചര്യം, അല്ലെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. സാധാരണക്കാരായ നിരവധി ആളുകൾ ഇത്തരത്തിൽ സമീപിക്കുന്ന ആശുപത്രിയാണ് SIT. അവിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? വലിയ പ്രതിഷേധത്തിലാണ് രോഗികളെന്ന് മനസ്സിലാക്കുന്നു. സംഘർഷഭരിതമായ സാഹചര്യമാണോ ഉള്ളത്? പോലീസ് അവിടെ ഉണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? ഒരു വീഴ്ച അത് നന്ദു, വൈകാരികമായ ഒരു പ്രതികരണം തന്നെയാണ് ഇവിടെ വരുന്നത്. 3 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും വൈദ്യുതി മുടക്കം SIT ആശുപത്രി തന്നെ ബാധിച്ചിരിക്കുന്നു. 300-ലധികം പേർ ഈ ആശുപത്രിക്കുള്ളിലുണ്ട്. അവരുടെ കുട്ടികളടക്കമുള്ളവരുണ്ട്. എന്തായാലും ഈ നിലവിൽ ഓരോരുത്തരും തന്നെ വളരെ വൈകാരികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇവര് ജോലി ചെയ്യുന്ന ജീവനക്കാർ പറയുന്നത് ഇവിടുത്തെ ജനറേറ്ററിന് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുവാണെന്ന്. 2 മണിക്കൂറോളമായി അവരൊന്നും പറയുന്നത് പോലും ഇല്ല. കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത്രത്തോളം ടെൻഷനും കാര്യങ്ങളും തന്നെയുണ്ട്. 6:30 ആയപ്പോൾ തന്നെ ഇവർ പറഞ്ഞിരുന്നു, ഇത്ര വൈദ്യുതി മുടങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾ പരാതിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവരെന്തായിരുന്നു പറഞ്ഞത്? അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ഇവിടെ ബഹളമൊക്കെ കേട്ടാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനാണ് അറിയുന്നത്. കാര്യം രാവിലെ ഇവിടെ വെള്ളം കാണത്തില്ലെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ നേരെ തിരിച്ചാണ് ഇവിടെ നടന്നത്. പിന്നീട് ഇവരാരെങ്കിലും നിങ്ങൾ വന്ന് കാണുക പറയുക എന്തെങ്കിലും ചെയ്തിരുന്നു ഇത് വൈദ്യുതി തടസ്സം പെടുന്നതിൽ? ഇല്ല, പറഞ്ഞില്ലായിരുന്നു. കാര്യം ഞങ്ങൾ പുറത്തോട്ട് വിടുക പോലും ഇവർ ചെയ്യത്തില്ല. ഇത്തരത്തിൽ വളരെ 3 മണിക്കൂറോളം സ്ഥിതി ഗുരുതരമായ ഒരു സാഹചര്യത്തിലായിരുന്നു കടന്നു പോകുന്നത്. ഈ സമയങ്ങളിൽ പോലും നിലവിൽ ഈ ഒരു വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വെള്ളത്തിന് പുറമെ വൈദ്യുതി മുടങ്ങുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞു ഇവിടെ എപ്പോഴും ഇവിടെ കണ്ടു പോയ നമ്മൾ മേലെ വന്ന് നോക്കണം. പൊടി കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാൻ വേണ്ടി കരയുന്ന മേലാണ് നോക്കാനുള്ള എണ്ണ. മേലെ നിങ്ങൾ വന്ന് നോക്കണം. പൊടി കുഞ്ഞുങ്ങൾ ഞാൻ മെഴുതിക്കാൻ 3 ദിവസം കൊണ്ട് ഇവർക്ക് ഈ 3 ദിവസം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നു. ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ എന്തോ എരിഞ്ഞു പോയി. എന്നിട്ട് പോലും അവരതിനകത്ത് ഇത് ചെയ്തില്ല. എത്ര കുഞ്ഞുങ്ങൾ IC കിടക്കുന്നറിയാമോ? കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. സ്ഥിതി അധികം വൈകാരികമായ സുരേഷ് വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് പ്രധാനമായും വരുന്നത്. പുറത്തും ഇതിലും ശക്തമായ ഒരു പ്രതികരണമാണ്. 3 മണിക്കൂർ വൈകിട്ട് 6:30 തന്നെ വൈദ്യുതി പ്രതിസന്ധി മാറുമെന്ന് തന്നെയായിരുന്നു അധികൃതർ ഇവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ആ പ്രതിസന്ധി മാറാതെ ഈ ഒരു മണിക്കൂറുകളിലും പോവുകയാണ്. കാഷ്വാലിറ്റിയിൽ അടക്കം ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോഴും നേരിടുന്നത്. കുട്ടികളടക്കമുള്ളവർ ഇവിടെ ചികിത്സയിലുണ്ട്. ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുണ്ട്. IC എന്നാൽ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇപ്പോൾ വൈദ്യുതി ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. KSEBയുടെ പ്രത്യേക ടീം തന്നെയുണ്ട്. പൊതുമരാമത്ത് വിഭാഗത്തിനാണ് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ചുമതല. അതിൽ KSEBയുടെ പ്രത്യേക സംഘവും ഇവർക്ക് സഹായം നൽകാനായി ഇവിടെയുണ്ട്. എന്തായാലും ഈ സ്ത്രീകൾ പോകുമ്പോഴേക്കും പ്രത്യേകം നമ്മളോട് പറയുന്നത്, ആശുപത്രി അധികൃതർ പറയുന്നത് എന്തായാലും അടുത്ത ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. ഒപ്പം തന്നെ ആശുപത്രിക്ക് പുറത്തും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു നിൽക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരെല്ലാം തന്നെ അകത്ത് എന്താണ് നടക്കുന്ന സാഹചര്യം അറിയാതിരിക്കാൻ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാതിരിക്കാൻ അവർ വേവലാതിപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും പുറത്ത് വൈകാരികമായ പ്രകടനം ഇത് തന്നെയാണ് മറ്റുള്ളവർ രോഗികളുടെ കൂട്ടിരിപ്പുകാരും പങ്കുവെക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അരമണിക്കൂറിനകം തന്നെ എന്ന് പറയേണ്ടി വരും ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കാനെന്നാണ് പറയുന്നത്. എന്തായാലും ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിനാണ് നിലവിൽ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം KSEB ശ്യാമപ്രസാദ്, ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് പറയുമ്പോഴും നിലവിലത്തെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ രോഗികളെ ഒന്നും എല്ലാ ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റാത്ത ഒരു വൈകാരിക നിമിഷമാകില്ല അവിടെ? അങ്ങനെയെങ്കിൽ വലിയ സംഘർഷമൊക്കെ ഉടലെടുത്തേക്കാം. ഈ ജനറേറ്റർ പ്രവർത്തനത്തിലാണ് 2 ദിവസം ഇത് ഓടിയതെങ്കിൽ ജനറേറ്റർ സ്വാഭാവികമായും അതിൻ്റെ പരിധിയുണ്ട്. അതൊക്കെ അവസാനിക്കുമെന്ന് മുൻകൂട്ടി ഇവർക്ക് കാണാമായിരുന്നില്ലേ? ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഒരുപക്ഷെ ഇനിയും ഈ മണിക്കൂറുകളോളം ഇത്തരത്തിൽ ഈ വൈദ്യുതി നിലച്ചാൽ അത് വലിയ തരത്തിൽ തന്നെ രോഗികളെയും ഒപ്പം ഈ അത്യാഹിത വിഭാഗത്തേക്ക് സാരമായി തന്നെ ബാധിക്കാൻ ഒരു സാധ്യതയല്ലേ തെളിഞ്ഞു വരുന്നത്? ഇത്തരത്തിൽ പോകുമ്പോൾ ഇത് പുറത്തുനിന്ന ഒരു വൈകാരികമായ അങ്ങനെ അകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാത്ത പോലെയുള്ള ഒരു സാഹചര്യം. അതിനാൽ തന്നെയാണ് പുറത്തും രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കമുള്ള ഒരു തരത്തിൽ വൈകാരികമായ ഈ വൈകിട്ട് കറണ്ട് പോകുന്നു നിങ്ങളുടെയൊക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ പറഞ്ഞിരുന്നത്? ഞങ്ങളുടെ കറണ്ട് പോകുന്നു പറഞ്ഞത് ഇന്ന്
നാളെ വെള്ളം കാണത്തില്ലെന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ കറണ്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? ഇവർക്ക് വേണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തു വിടുന്നത് എത്ര നേരമായിട്ട്? കുട്ടികളൊക്കെ ഇതിനകത്ത് അസ്വസ്ഥത കൊച്ചു SNCയിലാണ് കിടക്കുന്നത്, ചേച്ചിയുടെ കൊച്ച്. അതുപോലെ എത്ര കുട്ടികൾ അവിടെയാണ് കിടക്കുന്നത്? ഓക്സിജൻ കിട്ടാതെ തന്നെ എത്ര പേര് കിടക്കുന്നത്? അപ്പൊ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? ഇവർ ഇത് 6 തൊട്ട് കറണ്ട് പോയപ്പോഴത്തേക്ക് നിങ്ങൾ ഇവരുടെയൊക്കെ പറഞ്ഞിരുന്നോ, ജീവനക്കാരുടെയൊക്കെ പറഞ്ഞിരുന്നു? ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇപ്പൊ വരും, ജനറേറ്റർ കംപ്ലൈന്റ് ആണ്, സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എന്തെന്ന് നിങ്ങളടക്കമുള്ളവർ പല ശസ്ത്രക്രിയകളൊക്കെ മുടങ്ങി കിടക്കുകയാണ്, കുട്ടികളടക്കം അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്നും ഒക്കെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ ബ്ലോക്കിലാണ്? ഞങ്ങളെന്തോ നമുക്ക് പറയാനേ പറ്റും. ഇവരല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്, നടപടി ചെയ്യാനുള്ളത് ഇവരല്ലേ, നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരും ഇവിടെ നന്ദു, ഇതാണ് പ്രതികരണം. ആശുപത്രിക്കുള്ളിലെ ഒരവസ്ഥ ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു മെഴുകുതിരി വെളിച്ചത്തിന്റെ വെട്ടത്തിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിലോ ഇത്തരത്തിൽ പോകേണ്ട ഒരു അവസ്ഥ. കാഷ്വാലിറ്റിയിൽ രോഗികളുടെ അടക്കം, കുട്ടികളുടെ അമ്മമാരെ അടക്കമുള്ളവർ ആ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഒരു ദൃശ്യങ്ങളാണ്. ഇതിലെല്ലാം തന്നെ ഈ ഒരു അവസ്ഥയിലൂടെ കൂടി ഇന്ന് ഈ സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്ന ഒരവസ്ഥ. എന്തായാലും അല്പസമയത്തിനകം തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന ഉറപ്പ്. ഇങ്ങോട്ടേക്ക് വരുന്ന നിലവിൽ KSEBിയുടെ പ്രത്യേക സംഘവും ഇലക്ട്രിക്കൽ സെക്ഷനും പൊതുമരാമത്ത് വിഭാഗത്തിന്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ അടക്കമുള്ളവർ ഇങ്ങേക്ക് ഇവിടെ ഈ ഒരു തകരാർ പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് സാഹചര്യങ്ങൾ എല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആശുപത്രി അധികൃതർ നമ്മൾ ഇങ്ങോട്ടേക്ക് പല മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവരുടേതായിട്ടുള്ള ഒരു വിശദീകരണത്തിനാണ് അല്പസമയം മുമ്പ് നടത്തിയത്. നമുക്കറിയാൻ കഴിയും ഒരു മൊബൈൽ വെട്ടത്തിന്റെ ഒരു അരണ്ട ശരി ശ്യാമപ്രസാദ്, എന്തായാലും വ്യക്തമാണ്.